എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിന് എല്ലാവരും എത്തിച്ചേർന്നതിൽ. ആദ്യം തന്നെ ഞങ്ങളുടെ ഫിലിം നന്നായി പോകുന്നതിന് സന്തോഷം അറിയിച്ചോട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ സിനിമ എഴുതാൻ തുടങ്ങിയപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് എത്രത്തോളം നല്ല കഥയാണ്, എത്രത്തോളം തിയേറ്ററിൽ സക്സസ് ആവും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രഷേഴ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഫീമെയിൽ ലെഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടന്റ് അങ്ങനെ ആയതുകൊണ്ട് അപ്പം അതിൻ്റെ ടെൻഷൻ എനിക്ക് തോന്നുന്നു എനിക്ക് അവസാന സമയത്തേക്ക് എത്തുമ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഓഡിയൻസ് ആണ്, നമ്മൾ ഒരിക്കലും ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നതിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം ഉള്ളവർക്ക് തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എഴുതി തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ പലവട്ടം ആലോചിച്ചിരുന്നു 8 വർഷം എടുത്തു ഈ സിനിമയിൽ എഴുതി ഇവിടെ വരെ എത്താനായിട്ട്. അപ്പം ആ 8 വർഷത്തിലൂടെയും പല ആൾക്കാരും ഇതിൽ എത്രത്തോളം ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും, തിയേറ്ററുകളിൽ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. ഫൈനലി ഇതിൽ കൂടുതലൊരു റിസപ്ഷൻ ഞങ്ങൾക്ക് കിട്ടാനില്ല. കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. ആലോചിച്ച് ആ സ്ക്രിപ്റ്റിന് അവരാണ് ആപ്റ്റെന്ന് തിരഞ്ഞെടുത്തത്. ഞാൻ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയപ്പം ഞാൻ വളരെ ചെറിയ രീതിയിൽ ചെയ്യും എന്നാണ് വിചാരിച്ചിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 2018 സിനിസ്ഥാൻ ജയിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളായിട്ട് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യാം. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കാസ്റ്റിങ്ങിനെ പറ്റി ഒക്കെ ആലോചിക്കുന്നത്. അന്ന് തന്നെ ആദ്യമായിട്ട് ആലോചിച്ചത് പാർവതിനെയും ഉർവശിയേച്ചിനെയും തന്നെയാണ്. കാരണം നിങ്ങൾക്ക് സിനിമ കണ്ടാലും അറിയാം, എനിക്ക് തോന്നുന്നത് ഇർറിപ്ലേസിബിൾ ആണ്. വേറെ ആർക്കും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ഞാൻ വളരെ എന്താ പറയുക, അപ്പോൾ ഏതൊരു ഫസ്റ്റ് ടൈം ഡയറക്ടറിന് കിട്ടാവുന്നതിൻ്റെ ഒരു ഡ്രീം കാസ്റ്റ് ആണ് കിട്ടിയത്. പിന്നെ എന്താണ് അവരെ കൺവിൻസ് ചെയ്യുക, അല്ല അവരുടെ രണ്ടുപേരുടെയും ഡേറ്റ് ഒരുമിച്ച് വരിക, ഇങ്ങനത്തെ ഹഡിൽസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് കോവിഡ് വന്നു, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത്. പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് പടം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട്, അവരുടെ പേര് ഉർവശിയാണ്. നമ്മളെല്ലാവരോടും പറയാറുണ്ട് നമ്മുടെ മെറിസ്ട്രിപ്പും അല്ലെങ്കിൽ നമ്മുടെ അല്പചിനയും ഒക്കെ ഉർവശി മാമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കിലും ഈ പറഞ്ഞ പോലെ മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വം സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാഗ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ വിധേയനിൽ ശ്രീ മമ്മൂക്ക എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ ഭരതത്തിൽ ശ്രീ മോഹൻലാൽ എന്താണോ ചെയ്തത്, അതൊക്കെ തന്നെയാണ് ഉള്ളൊരിക്കൽ ഉർവശി എന്ന നടിയെ ചെയ്തു വെച്ചിട്ടുള്ളത്. ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷനാണ്. അപ്പൊ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ ഉർവശി എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം. എന്തിനാ മക്കളെ അങ്ങനെ സൂപ്പർ സ്റ്റാർ, അതൊക്കെ സീസണലായിട്ട് വരുന്നല്ലേ. നിങ്ങളുടെ ഒരു സ്നേഹം പോലെ എനിക്ക് എവർഗ്രീൻ സ്റ്റാറിനൊരു അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ ആ കൺസേൺ എന്നോട് വലിയ പണക്കത്തില്ല. ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല. എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ. അയ്യോ അത് റിലീസായിപ്പോയല്ലോ, ഇനി ആ ടൈറ്റിലെടുത്ത് ഇടാക്കൂ. അവർ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു. മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ടായാൽ മതി, ആ സ്നേഹം ഉണ്ടായാൽ മതി. അതേ ഇന്ന് നിലനിൽക്കത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് മാറ്റം കാണാനുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ ഇപ്പൊ ഇന്നലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള സഞ്ജയ് ഗോപി ടീം അവർ എഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ ഉർവശിയെ ഇപ്പൊ റീഇൻട്രൊഡ്യൂസിങ് ഫഹദ് ഫാസിൽ എന്നൊക്കെ ആവേശത്തിൽ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉർവശിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ നിന്ന് ലോങ് ഷോട്ടിലിരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ഉർവശിയുടെ ശരീരം മൊത്തം വിറക്കുകയും എന്നാൽ ഉർവശി കരയുകയും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒക്കെ അതെങ്ങനെ സാധിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് പുതിയൊരു സെറ്റ് ഓഫ് ആളുകളുടെ കൂടെയാണ്, അല്ലെങ്കിൽ ഞാൻ പുതിയ കാലത്തെ റെപ്രസെന്റ് ചെയ്യണം, ഞാൻ പഴയതൊക്കെ അൺലേൺ ചെയ്യണം, അങ്ങനൊരു പ്രോസസ് ഒക്കെ ഉണ്ടോ ഇപ്പോൾ ചേച്ചിക്ക്? ഞാൻ ഒരു സമയത്ത് കോൺഷ്യസ് ആയിട്ട് ഞാനിത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും. ഡയറക്ടർ പറഞ്ഞു തരുന്നത് ഞാൻ ആക്ഷൻ എന്ന് പറഞ്ഞു തരുമ്പോൾ ചെയ്യുന്നതാണ്. കട്ടെന്ന് പറയുമ്പോൾ ഞാനാവും. പക്ഷെ കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും. ഞാൻ ഗ്ലിസറിന് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും. ഈ സിനിമ സിങ് സൗണ്ട് ആയിരുന്നു, അപ്പം ഡബിങ്ങും ഇല്ല നമുക്ക്. അപ്പം ഞാൻ ക്രിസ്റ്റോട് ആദ്യം ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, കുറേ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റോ. അപ്പോൾ ക്രിസ്റ്റോ എന്നോട് പറഞ്ഞ ചേച്ചി എപ്പോൾ കരയണമെന്ന് തോന്നുന്നു അപ്പോൾ കരഞ്ഞാൽ അതേ ഉള്ളൂ ലീലമ്മ, അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല. ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റോവിനോട്. അത് ഒരു ഷോട്ടുണ്ട് ഞാൻ പാറുവിനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം നിങ്ങുന്ന ഒരു ഷോട്ടുണ്ട്.
ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു. കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും. ഷെയർ ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. കാരണം ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരക്ടർ. അപ്പം അവരുടെ സ്വാർത്ഥതയല്ല, അവർക്ക് സ്നേഹം അതിനു വേണ്ടി താഴ്ന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട്. കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. മതി, ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ. അപ്പം അവർക്ക് എനിക്ക് ഒരേ പ്രായം. എനിക്ക് 10 വയസ്സ്, എൻ്റെ മോൻ ഓഗസ്റ്റ് 10 വയസ്സാവും, എനിക്ക് 10 വയസ്സ്. വിക്കിപീഡിയ നോക്കിയപ്പോഴേ 5 ലാംഗ്വേജിലായിട്ട് 700ഓളം സിനിമകൾ. വിക്കിപീഡിയ പറയുന്നത് വിശ്വസിക്കേണ്ട. ഞാൻ പറയുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ, എൻ്റെ പിറന്നാള് ജനുവരി 25 വരുന്നു, ഫെബ്രുവരി 4 വരുന്നു. എന്നാൽ വേസ്റ്റുള്ള എന്തെങ്കിലും അയച്ചെന്നാൽ കുഴപ്പമില്ല, ചാനലുകാർ വെറുതെ പറഞ്ഞാളെന്ന് പറഞ്ഞു വിടുക. 700ഓളം സിനിമകളാണ് എഴുതിയേക്കുന്നത്. അത്ര ഉണ്ടായിട്ടുണ്ടോ? അത്രയാണ് എണ്ണം അറിയാവോ? എത്ര സിനിമകളുണ്ടാവും? എന്തുവാ ജോലി ഇരുന്ന് എങ്ങ് എനിക്ക് ആരാണ്ടോ പറഞ്ഞു തന്നെ. നിങ്ങൾ പിള്ളേരല്ലേ, നിങ്ങൾ പോയിട്ട് ഇരുന്ന് എണ്ണി എൻ്റെ വിളിച്ച് പറഞ്ഞു. പക്ഷെ ഫിലിമോഗ്രാഫി ഒന്നും കൊടുത്തിട്ടില്ല ഒരിടത്തും. അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഫിലിമോഗ്രാഫിയോ? ധൈര്യമായിട്ട് പറഞ്ഞു. എന്തോ വെച്ചിട്ട് പേര് ഷിയോണോ? ലിയോൺ ഷിയോൺ ധൈര്യമായിട്ട് എവിടെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ലൈസൻസ് അല്ല, അത്രത്തോളം സിനിമകളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അനുഭവം, ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊഴുക്കിലൊരു ഒരു കനമുള്ള ഒരു ക്യാരക്ടർ. അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു ചിരി കനമാണോ ഖനമാണോ? കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ല, ആ ക്യാരക്ടർ ലീലാമ്മേനെ കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചിയുടെ ഒക്കെ ഉള്ള ഒരു ഇത് തോന്നി. ഒരു അമ്മച്ചിയെ പോലെ തന്നെ തോന്നി. അപ്പൊ അതിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെയൊക്കെ അപ്പോ അതിന്റെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും അതല്ലയോ കൊച്ചെ ഞാനിപ്പോ ആരെങ്കിലും റെഫർ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും റെഫറൻസോ അങ്ങനെ എന്തെങ്കിലും? അതല്ലേ പറഞ്ഞിപ്പോ ശിവം കണ്ടുപോലെ കുറെ അമ്മമാരെ ഞാനും കണ്ടിട്ടില്ലേ. അപ്പൊ എന്റെ അമ്മ അതുപോലുള്ളവർക്ക് ഒരുപാട് അമ്മമാര് എനിക്കറിയാവുന്ന പോലെ അഭിനയിച്ചു. കൊള്ളായിരുന്നോ? ഈ ക്രിസ്റ്റോ പറഞ്ഞത് ഈ രണ്ടുപേരും 2 മെത്തേഡ് യൂസ് ചെയ്ത് ആക്ട് ചെയ്യുന്നവരാണ്. ഒരാൾ ഭയങ്കര സ്പോണ്ടേനിയസും ഒരാൾ ഭയങ്കര വെൽ പ്രിപ്പയർഡും. അപ്പോൾ ശരിക്കും എങ്ങനെ ഈ കോആർട്ടിസ്റ്റ് ഭയങ്കര അടിപൊളിയാകുമ്പോഴാണല്ലോ നമ്മുടെ പെർഫോമൻസ് നന്നാക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിൾ ആവുള്ളൂ. ഉർവശി മാം എത്രത്തോളം പാർവതിനെ റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട്? ഈ ഒരു 100% എന്നെ റെസ്പോൺസിബിൾ ആക്കിക്കൊണ്ടിരുന്നത് ചേച്ചി തന്നെയാണ്. പിന്നെ ഒബ്വിയസ്ലി ആദ്യം കഥ പറയുമ്പം ക്രിസ്റ്റോനോടുമായിട്ട് എനിക്ക് ഒരുപാട് ഡിസ്കഷൻസും റീഡിങ്സും അഞ്ജു എന്താണ് അഞ്ജു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ, അഞ്ജുവിൻ്റെ തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം, ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പന്തെറിഞ്ഞ് കളിക്കുന്ന പോലെ ഓരോന്നും പറയുന്നു, പറയാതിരിക്കുന്നു. സോ ചേച്ചിയുടെ മെത്തേഡാണോ ഇനി മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല. അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്നെ നമ്മൾ കുറേ പിടിച്ചു വെച്ച് അഭിനയിക്കണം, അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല, അത് ലീലാമ്മ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത്. അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ആകുമ്പോഴാണ്. അപ്പോൾ ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ നല്ലോണം ചേച്ചീനെ മിസ് ചെയ്യും. കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു എന്താണ് ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മളുടെ കൂടെ ആ ഒരു കലാസൃഷ്ടിൻ്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോ ആക്ടറിനെ നമുക്ക് കിട്ടുമ്പോൾ, അത് ചേച്ചിയെ പോലെ ഒരു സീനിയർ ചേച്ചി അത്രയും ജനറസ് ആണ് സെറ്റിൽ, അത് ആരോടാണെങ്കിലും, എന്നോട് മാത്രമല്ല. അപ്പോൾ എനിക്ക് അത് എന്നെ വളരെയധികം റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതെന്നെ ഇനിയും എനിക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു അഭിനയിക്കുന്നവർക്ക് എന്തൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ ആ അവാർഡ് എല്ലാം ഉർവശി ചേച്ചിക്ക് കൊടുക്കണമെന്ന്. അപ്പം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളിപ്പം അവാർഡ്സിൽ എത്രത്തോളം ചേച്ചി എക്സൈറ്റഡ് ആവാറുണ്ട്? അല്ല, ഒന്നാമത്തെ അവാർഡ് എന്ന് പറയുന്നത് എൻ്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെയാണ്. അതെനിക്ക് തോന്നുന്നു ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തിയാവത്തില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ടീച്ചർ എൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞു ചേച്ചി ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം.
ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് അടുത്ത് ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും, ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ. അയ്യോ അപ്പം ഞാൻ ചെയ്ത് ഓക്കെ ആയില്ലേ, ഈ പയ്യൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞത് ഓക്കെ ആണോ, ചേച്ചി ഓക്കെ ആണ്, ഞാനതല്ല, ഞാൻ ആ ട്രാക്ക് വന്നതിൻ്റെ ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞോളൂ. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ്. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ്. അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിലെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ്. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അതിലും സന്തോഷം. ഈ നോമിനേഷനിലൊക്കെ വന്നിട്ട് പിന്നെ അത് നിരസിക്കപ്പെടുക അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചേച്ചി അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് സ്റ്റേറ്റ് അവാർഡുകളൊന്നും അങ്ങനെ നിരസിക്കപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ലാതെ അറിയേണ്ടി വന്നിട്ടുമുണ്ട്. 4ാമത്തെ വർഷം തുടർച്ചയായിട്ട് 3 വട്ടം കിട്ടിയിട്ട് 4ാമത്തെ വർഷം ജൂറി പറഞ്ഞു ഉർവശി അഭിനയിക്കുന്ന സമയത്ത് വേറെ ആർക്കും കിട്ടത്തില്ല, അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാൻ പോകുന്നു. പിന്നെ 5ാമത്തെ വർഷം ആയിരിക്കും പറഞ്ഞു. അപ്പോഴും നമുക്ക് പരാതിയൊന്നുമില്ല. അപ്പം നാഷണൽ അവാർഡ് പോയപ്പം അവിടുത്തെ ചില എന്താ പറയുക ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു, ഇവരെന്തിനാണ് കൊണ്ടുവന്ന് ഈ 2ാം കിട 3ാം കിട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നൊരു ചോദ്യം ചോദിച്ചു. അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. വടവിൽ കാവടി മുതൽ അച്ചുവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസാണ്. അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാവണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഷോട്ടിന് നിൽക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല. ജനകീയ സിനിമ എടുക്കുന്ന നിസ്സാര കാര്യമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാതായി. ഇപ്പോഴും തന്നെ പറയുന്നു, കിട്ടിയാൽ സന്തോഷം, കിട്ടാത്തതിനെ കുറിച്ച് ഒരു വിഷമമില്ല. കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എനിക്ക് കിട്ടിയ ജീവിതം ബോണസാണ്, ഞാൻ ആഗ്രഹിച്ച് വന്നതല്ല. അപ്പോൾ എല്ലാം കൊണ്ട് സന്തോഷം, മുന്നേ ഒരു പരാതിയില്ല. നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു എഡിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഡയറക്ടർ ഉണ്ട്. ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ, നിന്റെ കട്ടിൻ്റെ ഇടയിൽ എന്നെ ഇങ്ങനെ അഭിനയിപ്പിക്കല്ലേ, എനിക്കൊരു സ്പേസ് ഉണ്ട്, ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ കുറച്ച് ഇംപ്രവൈസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ എനിക്ക് കുറച്ച് ബ്രീത്ത് എടുക്കേണ്ടി വരും. ഞാൻ എന്താണോ ആക്ട് ചെയ്യുന്നത് അത് നീ ഷൂട്ട് ചെയ്യുക, അങ്ങനെ ഒന്ന് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രോസസ്സ് മൊത്തം മാറിയിട്ടുണ്ട്. സമാനമായിട്ടുള്ള കാര്യം ഉസ്താദ് ഹോട്ടലിൽ തിലകൻ സാർ അൻവർഷിത്തിനോട് പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് പുതിയ ലേണിംഗ് ആയിരുന്നു. ഇനി അടുത്ത സിനിമ ചെയ്യുമ്പോൾ ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിൽ, സ്ക്രീൻ പ്ലേ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിലൊക്കെ. അപ്പോൾ ഈ ഉർവശി മാമിന്റെ കൂടെയുള്ള അസോസിയേഷനിൽ ഇനി അടുത്ത സിനിമയ്ക്ക് ചെയ്യാൻ എന്തെങ്കിലും പുതിയ അപ്രോച്ച്, അല്ലെങ്കിൽ കൃഷ്ണ വിചാരിച്ചു ഇത് ഇങ്ങനെയായിരിക്കും ഈ സീൻ വരിക, പക്ഷെ ഉർവശി മാം വേറെ തന്നെ രീതിയിൽ ഡെലിവറി ചെയ്തു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവം ഉണ്ട്? എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമിൽ. ഞാൻ എഴുതി വെച്ചതിനെക്കാട്ടിലൊക്കെ അത് സംഭവിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യപ്പെട്ട സീൻ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ ഒരു ചേച്ചിയുടെ സിംഗിൾ ഷോട്ട്, അങ്ങനത്തെ ഒരു സീനാണ്. അവിടെ വന്നിരുന്ന് ചേച്ചി അത് പറഞ്ഞു, ഞങ്ങൾ ഫോക്കസ് ഒക്കെ എടുത്തു, ഞങ്ങൾ കുറേ ഷോട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. പക്ഷെ ചേച്ചി ടേക്ക് തന്നതിന് ശേഷം ഞങ്ങളൊക്കെ സ്റ്റണ്ടായിപ്പോയി. പിന്നെ അടുത്ത ഷോട്ട്സ് ഒക്കെ എല്ലാം മറന്നിട്ട് ചേച്ചിയോട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആണ് ഷോട്ട്സ് എടുത്തത്. അപ്പം അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലൊരു പ്രാർത്ഥനയുടെ ഒരു രംഗവും ഇവർ രണ്ടുപേരും രംഗവും ഞാൻ എഴുതി വെച്ചു. അതെനിക്ക് ഇഷ്ടമുള്ള രംഗമായിരുന്നു. പക്ഷെ അത് ഫസ്റ്റ് ഷോട്ടിൽ, വൈറ്റ് ഷോട്ടിൽ ആ സീൻ മൊത്തം കാണുമ്പോൾ ഞാൻ എഴുതി വെച്ചതിനെക്കാട്ടിലൊക്കെ എത്ര മേളിൽ അതെത്തി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമിൽ. പിന്നെ എനിക്ക് തോന്നിയത് രണ്ടുപേരും, രണ്ട് ചേച്ചിയാണെങ്കിലും പാർവതിയാണെങ്കിലും രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സാണ്. പക്ഷെ നമ്മൾ എഴുതി വെച്ചതിനെയൊക്കെ എന്താ പറയുക, നമ്മൾ എഴുതി വെച്ചതിനെക്കാട്ടിൽ അപ്പുറം എത്തിക്കാൻ പറ്റുന്ന രണ്ട് ആൾക്കാരാണ്. ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യകാല സമയത്ത് ഞാൻ ഒരു ചെറിയൊരു റീഡിങ് സമയത്ത് പാർവതി ഈ ഡയലോഗ് വായിച്ചപ്പം എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട്. നമ്മൾ എഴുതി വെച്ച കാര്യം ആദ്യമായിട്ട് ജീവൻ വെക്കുന്നു എന്നൊരു തോന്നൽ വന്നത് പാർവതി അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ രണ്ട് ആക്ടേഴ്സിനെ കിട്ടുക തന്നെ ആണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അപ്പൊ എല്ലാ സിനിമയിലും അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി ഭയങ്കര എളുപ്പമായി മാറും. അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഇപ്പൊ കണ്ടോണ്ടിരുന്ന നമുക്ക് പോലും എന്താ പറയുക, കണ്ടു കഴിഞ്ഞിട്ടും പെയിന് മാറുന്നില്ല, എന്തോ ഒരു കനമുള്ളതുപോലെ മനസ്സിലെ. അപ്പോ ആ കഥാപാത്രം എപ്പോഴെങ്കിലും ചേച്ചി പേഴ്സണലി അഫക്ട് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒട്ടുമില്ല. അല്ല, ശരിക്കും എനിക്ക് ആദ്യമായിട്ട് ക്രിസ്റ്റോ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മൂടി വെക്കാൻ ശ്രമിച്ചിട്ടുള്ള എൻ്റെ ഒരു റിയാക്ഷൻ അത്രയും ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു. കാര്യം നമ്മൾ അത്രയും ഓണസ്റ്റായിട്ട് ഒരു രീതിയിലുള്ള കലർപ്പും ഇല്ലാതെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കഥാപാത്രം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല. ഇതിന് മുമ്പ് ആക്ച്വലി ടേക്ക് ഓഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സമീറയെ പറ്റിയിട്ട് ഫിലിം ക്രൂവിലുള്ള തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ സമീറനെ, സമീറ ഒട്ടും ചിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് സമീറിനെ ഡിഫെൻഡ് ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്.
അതായത് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഉള്ളത് അത് സമിതയെ പോലെയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്നും പറഞ്ഞു. അതിന് ഞാൻ ഒന്ന് കേട്ടിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. സിമിലർ തിങ് ഫോർ ക്രിസ്റ്റോ. എൻ്റെ വിശ്വാസം ക്രിസ്റ്റോ കണ്ടു വളർന്നിട്ടുള്ള സ്ത്രീകളെ ശരിക്കും ഒബ്സർവ് ചെയ്തും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതിയത്. അതിലുപരി അതെനിക്കും ചേച്ചിക്കും ആ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അത് പിന്നെ ഐ തിങ്ക് ഗ്രെറ്റ ഗർവിഗ് പറഞ്ഞിട്ടുണ്ട്, ഐ മീൻ വെൻ യു കാസ്റ്റ് പീപ്പിൾ ട്രസ്റ്റ് ദെം, പിന്നെ കൊടുക്കും, അത് അവരുടെയും കൂടെ ആണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ക്രിസ്റ്റോ റിയലി ഡിഡ് ദാറ്റ്. പക്ഷെ ഓരോ ദിവസവും നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ എത്ര നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ഇങ്ങനെ മറ്റേ ഡെപ്പോസിറ്റ് പോലെ അതിങ്ങനെ കയറി വരുമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ എന്താ പറയുക യാത്രയ്ക്ക് പോയി ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞിട്ട് ആ ഖനം ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി. പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ആണ് എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെ ആ ഖനം കുറച്ചൊന്ന് കുറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത്. കാര്യം അവിടെ ഫൈനലി അഞ്ജുവിനൊരു കിട്ടേണ്ടതാണ്, അഞ്ജുവിന് ആ ഒരു സേഫ് സ്പേസ് കിട്ടി എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട് അഞ്ജുവിന് വേണ്ടിയിട്ട്. ഇത് ഇതുപോലെ തന്നെ വളരെ ഉള്ളൊഴുക്ക് പോലെ തന്നെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ജെ ബേബി. വളരെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം പുറത്തു പടം ഇറങ്ങിയ സമയത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ പടത്തിന് പ്രതീക്ഷിച്ച ഒരു അപ്രിസിയേഷനും ചേച്ചിക്ക് കിട്ടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? അതൊരു വൈഡായിട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ലാതെ എന്ത് പറ്റിയെന്നറിയാവോ, ആ പടവും നമ്മുടെ ഈ ഉള്ളവർക്കിന് മുൻപേ ഷൂട്ട് ചെയ്തതാണ്. 2021 ഷൂട്ട് ചെയ്ത ഫിലിമാണ്. പിന്നെ 22 എൻ്റെ ബാലൻസ് കുറച്ച്. അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അനക്കമുണ്ടല്ലോ, എല്ലാവർക്കും ഇങ്ങനെ ഒരു പടം നടക്കുന്നുണ്ട്, പാരഞ്ജത്തിൻ്റെ ടീമാണ്, അതെല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ കുറേ സൈലൻ്റ് ആയ ഫിലിം, പിന്നെ പെട്ടെന്ന് കൊണ്ടുവന്ന് റിലീസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫാമിലി ഇത്രയധികം ഏറ്റെടുക്കുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ ഇപ്പം കാല, കപാലി അങ്ങനെയുള്ള വലിയ ഫിലിംസിന് കൊടുക്കുന്ന പ്രമോഷനൊന്നും അദ്ദേഹം ചെയ്തില്ല. പെട്ടെന്ന് റിലീസ് ചെയ്തു. പക്ഷെ പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ വന്നതിന് ശേഷമുള്ള അതിൻ്റെ വെൽക്കം ചെയ്ത രീതിയും പിന്നെ അത് ഒരുപാട് ഫാമിലി ഓഡിയൻസിനെ കാണുകയും ചെയ്തതോടുകൂടി അവരാകെപ്പാട് പിന്നെ അങ്ങോട്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പടം 2ാമത്തെ ആഴ്ചയായിരുന്നു. ആമസോണിൽ വന്നതിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്തത് ഇത്രയും ഓഡിയൻസ് കണ്ട ഒരു ഫിലിമാണെന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് തമിഴിൻ്റെ അടുത്ത സമയത്ത് കിട്ടിയ ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ്. ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചല്ലേ. സൂര്യ റിപ്പോർട്ടറൊക്കെ കാണുന്ന സമയത്ത് ഈ ജയിച്ചിട്ട് മാരാ എന്ന് പറയുന്ന ഡയലോഗ് ഭയങ്കര ഹിറ്റ് ആവുകയും ഇന്ന് നമ്മുടെ ചില ആളുകളൊക്കെ PSC ഒക്കെ എഴുതാൻ പോകുമ്പോൾ അവരോട് പറയുന്ന ഡയലോഗായി മാറിയിട്ടുള്ളത് എപ്പോഴാവും ജയിച്ചിട്ട് മാറാറുണ്ട്. അതുപോലെ ഇപ്പോൾ പുട്ട് വെണ്ടക്കറി കട്ട് പീസസ് എന്ന് പറയുന്നതും ഒക്കെ ഞങ്ങൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പുട്ട് വെണ്ടക്കറിയിലും അല്ലെങ്കിൽ ജയിച്ചിട്ട് മാറയിലും ഒക്കെ പറയുമ്പോഴും ആ സീൻ അത് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇത് മനസ്സിലേക്ക് അതിന്റെ വൈകാരികത ആലോചിക്കും, അങ്ങനെ ചിന്തയുണ്ടാവും, ഡയറക്ടറിനോട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും, അങ്ങനെ ഒരു വിഷയ അപ്രോച്ച് ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെണ്ടയ്ക്കറിയുടെ സീൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ചെല്ലുമ്പോഴാ ഷോട്ടിന് വിളിച്ചപ്പോഴാ സത്യം പറയുന്നത്, ഉറുഷി എന്തെങ്കിലും ഒരു കറി വയ്ക്കുന്നത് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു, ഒട്ട ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് എങ്ങനെ പെട്ടെന്നൊരു കറി മലയാളത്തിൽ ആലോചിച്ചിട്ട് അതങ്ങ് ഇംഗ്ലീഷോട്ട് പറഞ്ഞു പറഞ്ഞു. ടേക്കെന്നങ്ങ് പ്രഖ്യാപിച്ചു. ഞാൻ അവിടെ സത്യത്തെ ഒന്നും എന്തെങ്കിലും ഡയലോഗ് അതൊക്കെ വന്നോളും തോന്നുന്നു. ഫിലിമാ അപ്പോൾ നമുക്ക് ഇന്നത്തെ പോലെ കുറേ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞതാ. പറഞ്ഞ് ടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മീര പറഞ്ഞു, അയ്യോ ഞാൻ ഉറുശ്ശേച്ചി നോക്കി ഇങ്ങനെ നിന്ന് പോയി, എൻ്റെ റിയാക്ഷൻ കൊള്ളത്തില്ലായിരുന്നു, ഒന്നുകൂടെ എടുക്കണം. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ എടുത്തന്നെ ഞാൻ കൊല്ലും. പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ വയ്യ, ഇനി ഒന്നുകൂടെ പറയണോ, അതീ വേറെ ഷോട്ട് എടുത്തു പറഞ്ഞു. അപ്പോൾ സത്യമായിട്ട് പറഞ്ഞു ഇറങ്ങിപ്പാവോ മീരയ്ക്ക് വേണ്ടി ഒന്നും ഞാൻ പറഞ്ഞു ആർക്കും വേണ്ടി ഞാൻ പറയത്തില്ല, ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് അറിയാനേ വയ്യ. പിന്നെ ബാക്കിയുള്ളത് വേറെ ടേക്ക് എടുത്തു. പിന്നെ മറ്റേ വേറെ ഏത് സീനാ ചോദിച്ചാൽ അത് 30 ദിവസത്തെ വർക്ക് എല്ലാ സീൻ്റെയും അവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി 8 ദിവസമാക്കി. ഞാൻ ആന്ധ്രയിലൊരു ഫിലിമിലായിപ്പോയി. ആ സിനിമയിൽ 2 കൊല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് സുധ. അപ്പോൾ ഇവരെപ്പോൾ തുടങ്ങുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. പെട്ടെന്ന് പറഞ്ഞു മാഡം തുടങ്ങുകയാണ് പ്ലീസ് മാഡം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തെലുങ്ക് പടത്തിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്നത്. അപ്പോൾ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം പറഞ്ഞൊരു ഹാഫ് ഡേ. അപ്പോൾ മാഡം ഈ സീനാണ്, ഈ ഡയലോഗ് പറഞ്ഞാൽ മതി, അപ്പം എന്തെങ്കിലും അതുപോലെ നീ നല്ല ജയിച്ച് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ മതി.
പിന്നെ ഇവൻ്റെ പേര് മാറണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അടിച്ചു വിട്ടതാ. പക്ഷെ അത് വളരെ സത്യമായിട്ടും. പക്ഷെ അത് എനിക്കത് ഓരോ സീൻ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്ത് എടുക്കുകയല്ലേ. അപ്പോൾ പെട്ടെന്ന് വേഗം ഈ ഡ്രസ്സ് മാറ്റിയിട്ട് ആ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നു എല്ലാം. കാരണം അതിൻ്റെ പകുതിയും ബാക്കിയുള്ളൊക്കെ എടുത്തു വരും നേരത്തെ. അങ്ങനെ എടുത്തതാ. എടുത്തപ്പോൾ എനിക്കറിയത്തില്ല, ആദ്യം തൊട്ടും എടുത്തൊരു സീൻ എടുത്തു. ഞാനും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഫോൺ കട്ടായി പോകുന്ന ഒരു സീൻ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. ആക്ടർ എന്ന് വെച്ചാൽ എന്തോ നിങ്ങളുടെ വലിച്ച നടനല്ലേ റാം പൂവിലൊട്ടേച്ച. അപ്പോൾ അദ്ദേഹം ഭയങ്കര സിമ്പത്തറ്റിക് ഫേസ്, വയ്യാത്തൊരു മനുഷ്യനെ പോലെ. അപ്പോൾ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു കട്ടെടുത്തപ്പോൾ എനിക്ക് ഇവിടെ ഒരു കരച്ചിലിങ്ങനെ വന്നു. അങ്ങനെ എടുത്തതാ പെട്ടെന്ന് അത്. അപ്പോൾ അതെനിക്ക് ഓർമ്മയില്ല, പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. അതിപ്പം ബഡ്ജറ്റ് ബേസ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ പറയുന്ന കോണ്ടന്റ് ബേസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിലെ പെർഫോമൻസ് ബേസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിലെ പൊളിറ്റിക്സ് അത്തരത്തിൽ നോക്കും. അപ്പം സിനിമകളുടെ വലിപ്പച്ചെറുപ്പം പാർവതി മാം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഔട്ട് ഓഫ് സിലബസ് കഴിഞ്ഞ് നോട്ട്ബുക്കും കഴിഞ്ഞപ്പോഴാണ് ശരിക്കും കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയത്. എനിക്ക് അഭിനയം തന്നെ മതിയെന്ന്. അതുവരെ എപ്പോഴും അച്ഛനും പുറത്ത് വേറെ ഏതെങ്കിലും കോഴ്സിന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വിനോദയാത്രയായി, വന്നു. അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ കുറേയും കൂടെ ക്ലാരിറ്റിയാണ്. ഒരു റോള് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ കാലഘട്ടം ഉണ്ടല്ലോ, അതിപ്പോഴും 18 വർഷമായി. പക്ഷെ എനിക്ക് ആ കാലഘട്ടത്തിലുള്ള ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ. എനിക്കിപ്പോഴും അത് മാറിയിട്ടില്ല. അത് എത്ര എന്താ പറയുക ഉയർച്ചയും താഴ്ചയൊക്കെ വന്നു പോയാലും ഇപ്പോഴും എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ അത് ആ കഥയ്ക്കൊരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണെന്ന് കിട്ടിയാൽ മതി. അത് 2 സീനാണെങ്കിലും 5 സീനാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ കഥയിൽ ഈ ഒരു കഥാപാത്രം വന്ന് പോയതിൻ്റെ ഒരു ചായ്വ്, അല്ലെങ്കിൽ ഒരു തിരയടിച്ച് പോകുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ക്രൂവിൻ്റെ കൂടെ. അഞ്ജലിനൊക്കെ ഞാൻ ഒരുപാട് കത്തെഴുതിയും ഇമെയിൽ എഴുതിയും ലിങ്ക്ഡിൻ്റെ ലിങ്ക് അയച്ചും ഒക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ ആ റോൾ എനിക്ക് കിട്ടിയത് ബാംഗ്ലൂർ ഡേയ്സിൽ. അപ്പം ഇപ്പോഴും അതേപോലെയാണ്. ഇപ്പോഴും ഒരു ക്യാരക്ടർ കിട്ടുമ്പം ഞാൻ ആളല്ല അതിൻ്റെ വലുപ്പം ചെറുപ്പം തീരുമാനിക്കുക എന്നുള്ളതാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അത് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ദ പൊളിറ്റിക്സ്, അതുമായിട്ട് ഞാൻ അലൈൻഡ് ആണോ. കഥയുടെയും കുറച്ചും കൂടെ കഥേൻ്റെയും കുറച്ചും കൂടെ വിടാം. പക്ഷേ ഡയറക്ടറിൻ്റെ വിഷനുമായിട്ട് ഒന്ന് യോജിച്ച് തന്നെ നിൽക്കണം. അപ്പോൾ ആ ഒരു ഡിസ്കണക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ്. എത്രത്തോളം അത് ഡിഫൈൻഡ് ആയിരിക്കുന്നത്. അപ്പൊ ഈ 2 പേരും എഴുതുമ്പോൾ 2 പവർഫുൾ പെർഫോമേഴ്സ് വരുന്നു, 2 പവർഫുൾ ക്യാരക്ടേഴ്സ് ആണ്. അവരുടെ ആ ക്യാരക്ടറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ. എത്രത്തോളം അത് മിനുക്കി എടുക്കാൻ പറ്റുന്നുള്ളത് അതെന്തൊക്കെയായിരുന്നു? അല്ല, ഞാൻ എഴുതുമ്പോഴത്തേക്കും മെയിൽ ക്യാരക്ടറാണെങ്കിലും ഫീമെയിൽ ക്യാരക്ടറാണെങ്കിലും ഞാനതിനെ ഒരു 2 ഡിഫറെൻറ്റ് പ്രോസസ്സായിട്ട് നോക്കി കാണാറില്ല. നമ്മൾ എഴുതുന്ന കഥ ഏറ്റവും എക്സൈറ്റിംഗ് ആയിരിക്കണം, നന്നായിരിക്കണം, ക്യാരക്ടേഴ്സിനെ ഏറ്റവും ഡെപ്തിൽ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് സ്റ്റോറി എഴുതിയാലും എന്ത് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും രണ്ടും ചാലഞ്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് മറ്റതിനെക്കാട്ട് പാടായിട്ട് അല്ലെങ്കിൽ ഒന്ന് എളുപ്പമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ഉള്ളവർക്ക് പ്രത്യേകിച്ച് വളരെ ഡിഫിക്കൽട്ടായിരുന്നു എഴുതാനായിട്ട്. ഒരുപാട് സമയമെടുത്ത് എഴുതാൻ, ഈ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അഞ്ജു ലീലാമ്മ ഇവരെ 2 പേരും കിട്ടുന്നില്ല, അതിൻ്റെ കയ്യിൽ അത് നിൽക്കുന്നില്ല എന്ന് തോന്നിയ ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട്. ആ സമയം കൊടുത്തതാണ് ഏറ്റവും നന്നായൊരു പ്രോസസ്സായി മാറിയത്. പലപ്പോഴും ഭയങ്കര ലോൺലി ആയിരുന്നു പ്രോസസ്സ്, ഒരുപാട് വർഷങ്ങളെടുത്തു. ഞാൻ തന്നെ വിചാരിച്ചു ഇത് നടക്കുമോ, എൻ്റെ ഒരു തെറ്റായ ഡിസിഷനായി പോയോ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയതെന്ന് പോലും സംശയിച്ച് ഒരുപാട് ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു റെസ്പോൺസ് വരുമ്പം വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇത്രയുമൊന്നും ഇതിനെപ്പറ്റി ആൾക്കാർ ചർച്ച ചെയ്യും. ഇപ്പോൾ 2 ദിവസമേ ആയിട്ടുള്ളൂ ഫിലിം ഇറങ്ങിയിട്ട്, 2ാം ദിവസം കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് ചർച്ചകളും എഴുത്തുകളും ഒക്കെ നടക്കുമ്പം എനിക്ക് തോന്നുന്നു അത് വെർത്തായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഈ സിനിമ നടക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ ജേർണി വെർത്തായിരിക്കുമോ, കാരണം 8 വർഷം എടുത്തു ഇവിടം വരെ എത്താൻ. പക്ഷെ അത്രയും ചർച്ചകളും ഈ റെസ്പോൺസും ഒക്കെ അറിയുമ്പം വളരെയധികം സന്തോഷമുണ്ട്. ഈ ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റിയതില്ല.
ഈ ഇടവേളകളുടെ സമയത്തൊക്കെ പാർവതി എന്താ ചെയ്യുന്നത്? ഈ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യേണ്ട സിനിമ ഇതാണോ എന്നുള്ളതാണോ അതിന്റെ ക്രൈറ്റീരിയ? അതോ തെരഞ്ഞെടുപ്പുകൾ വളരെ ക്രിട്ടിക്കൽ ആവുന്നതാണോ? എന്താണ് നല്ല സിനിമ മാത്രം, അതായത് ചാർലി തൊട്ടോ അല്ലെങ്കിൽ നിതിൻ്റെ മൊയ്തീൻ തൊട്ടോ നല്ല സിനിമകളെ അധികം കണ്ടിട്ടുള്ളൂ. ആ നല്ല സിനിമ ചെയ്യാൻ എന്താണ് നിങ്ങൾ അപ്പോസ് ചെയ്യുന്നത്? അത് വിഷ്ണു എങ്ങനെ വലിയ ടെസ്സയുടെ ഒരു ലൈനില്ലേ, ഒരു പ്ലാനും ഇല്ലാതെ ജീവിക്കണം എന്നുള്ളതാണ് പ്ലാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജി. അത് തുടക്കം മുതലേ അങ്ങനെയാണ്. ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമ നമ്മൾ തിരഞ്ഞെടുക്കണം, നമ്മൾക്കായിട്ട് അത് ചെയ്യാൻ പറ്റില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും. ഈ സിനിമ വന്നത് 2018 ക്രിസ്റ്റോനെ മീറ്റ് ചെയ്തു, 22 ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ എത്ര വിചാരിച്ചാലും 22 എനിക്കത് ഇറക്കാൻ പറ്റില്ല. 23 എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട്, അത് ഇപ്പോഴായിരുന്നു. അത് എന്തൊരു നല്ല സമയമാണെന്നും കൂടിയാണ്. ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഇങ്ങനെ കോരിച്ചൊരിയുന്ന ബ്ലെസ്സിങ്സ് ആണ്. ഫസ്റ്റ് റിലീസ് മുതൽ ജനുവരി 7 ആട്ടം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും ആ ഒരു ഊർജ്ജം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ കറക്റ്റ് സമയത്തിന് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. പിന്നെ ഞാൻ ഈ ചെയ്യാതിരിക്കുന്ന സമയത്ത്, മലയാളത്തിൽ സിനിമ ചെയ്യാത്ത സമയത്ത് ഞാൻ തമിഴിലും ഹിന്ദിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ദൈർഘ്യവും അത് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ആ ഇടവേളയാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. പക്ഷേ വിഷ്ണു ആലോചിച്ചാൽ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. ഒരു വർഷത്തിൽ 1-2 സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അതിന് വേറൊരു നാരേറ്റീവ് ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഒരിക്കലും മലയാളം വിട്ടിട്ട് ഒരു ഇടവേള ഞാനായിട്ട് ആഗ്രഹിക്കില്ല എന്തായാലും. പക്ഷേ ചേച്ചി ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ ചേച്ചി പൊളിറ്റിക്കൽ ഇൻകറക്റ്റിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്, ബോഡി ഷേമിങ്ങിനെ പറ്റി. പണ്ടാണെങ്കിലും ചേച്ചി ഇപ്പം ശ്രീനിവാസൻ എന്താ സൗന്ദര്യം ഇല്ലേ എന്ന് മറ്റൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അങ്ങനല്ല ചോദിച്ചേ. അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇത് മാറ്റി മാറ്റി തെറ്റിദ്ധാരണയാക്കുന്നുണ്ട്. സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ 3 പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്തു വെച്ചു? ഞാൻ പറഞ്ഞ അതിനിടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടം ഉള്ളത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം ഉദിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും, എനിക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യമില്ല. ചോദ്യം അതായിരുന്നു, ചേച്ചി പറഞ്ഞ വാക്കുകളൊക്കെ ഒരുപാട് എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല. എൻ്റെ അടുത്തിരുന്നു ആരും ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു, ചുവന്നിരിക്കുന്നു, നമ്മളെന്തോന്ന് അപ്പോയിൻമെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഈ വെളുത്ത് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്? നമ്മുടെ കഴിവെല്ലാം ഉണ്ടോ ഇതിനകത്ത്? അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം, വലിയ കുഴപ്പമില്ലാതൊക്കെ ഇങ്ങ് പോകുന്നു. കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു, മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു, അല്ലേ? അപ്പോൾ അത് എൻ്റെ ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കി ഞാൻ സൗന്ദര്യനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, അത് അയാൾ കാണാൻ കൊള്ളാത്തവരാന്ന് എങ്ങനെയാണ് പറയുന്നത്? ആർക്കും പറയാനൊക്കത്തില്ല. എനിക്ക് ഇഷ്ടമല്ല, സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല. നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയനെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ, അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല. അയാളുടെ ഏരിയയിൽ അയാളെ ഹീറോ അല്ലേ, അയാളുടെ വീട്ടിൽ അയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക്. അപ്പോൾ അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും, അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കളാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതിപ്പോൾ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ അതൊക്കെ കണ്ട് ഇത് ചെയ്യുന്നു. പക്ഷെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. സൗന്ദര്യത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറയുവാണെങ്കിൽ അതല്ല ഇപ്പൊ പറഞ്ഞേ. എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളോ, അല്ലാത്തവരൊക്കെ അതും ഇല്ലാത്തവരോ, ഞാൻ പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞത്. ക്രിസ്റ്റോ ഇപ്പോൾ വളരെ ഡീപ്പായ ഒരു ഇന്റർപേഴ്സണൽ ഡ്രാമ, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എൻടാങ്കിൾമെന്റ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ അകത്ത് മനുഷ്യബന്ധങ്ങളൊക്കെ പറ്റിയിട്ട്. പക്ഷെ നമുക്ക് മൊത്തം ഒരു കോമഡി പടത്തിന്റെ പ്രൊമോഷൻ വന്ന പോലെയാണ്. വന്നിട്ട് ഇവിടെ നമുക്ക് ഇതുവരെ സീരിയസ് ആയിട്ട് പലതൊക്കെ ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇത് സെറ്റിൽ എങ്ങനെയാണ് ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടായിരുന്നത്? സെറ്റിലും ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെ ഭയങ്കരമായിട്ട് കളിച്ചും ചിരിച്ചു നിൽക്കും. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് സംഭവിക്കും. പിന്നെ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫുൾ കളിയും ചിരിയാണ്. ചേച്ചി ഇങ്ങനെ തന്നെ എല്ലാവരോടും ഭയങ്കര എന്താ പറയുന്ന ആ സെറ്റ് ലൈവ് ഭയങ്കരമായിട്ട് ലൈവ് ആക്കും ചേച്ചി. അതുപോലെ തന്നെ കൂടെയുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആ സ്ലാങ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ ചേച്ചിയുടെ അടുത്താണ് കൊണ്ടിരുത്തുക, ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഭയങ്കരമായിട്ട് എന്താ ഒരു എനർജി ഉള്ള ഒരാളാണ്. ഭയങ്കരമായിട്ട് സെറ്റിനെയൊക്കെ ഭയങ്കര ലൈവ് ആക്കുന്ന ഒരാളാണ് ചേച്ചി. എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്.
ഈ സിനിമ അഭിനയിക്കുമ്പോഴും ചേച്ചി ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചേച്ചിനെ കുറച്ച് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ. പക്ഷെ ഷോട്ട് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ചേച്ചി ഫുൾ കോമഡിയിലേക്ക് പോകും. ഇവർ രണ്ടുപേരും ചെയ്ത പോലെ തന്നെയാണ് പ്രശാന്ത് മുരളിന്റെ ഒരു ക്യാരക്ടർ ചെയ്തത്, നല്ല രീതിയിൽ ചെയ്തത്. അപ്പോൾ ആ പ്രശാന്ത് മുരളിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഒരു ആക്ടർ എന്ന നിലയിൽ പുള്ളിയെ എങ്ങനെയാണ് സമീപിക്കുന്നത്? പ്രശാന്തിനെ എനിക്ക് നേരത്തെ അറിയാം. പുള്ളിയുടെ ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്, നേരത്തെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട്. KR നാരായണൻ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പ്രശാന്തിനെ ഫ്രണ്ട്സ് പറഞ്ഞും അല്ലാതെയൊക്കെ അറിയാം. ഈ ക്യാരക്ടർ ആലോചിക്കുന്ന സമയത്ത്, ഇതിന്റെ കാസ്റ്റിംഗ് ആലോചിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേകതരം ഫിസിക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രശാന്തിലേക്ക് നമ്മൾ എത്തുന്നത്. പക്ഷെ എൻ്റെ ടീം ആദ്യമായിട്ട് പ്രശാന്തിന് അയച്ചു കൊടുക്കുന്നത് ഈ സിനിമയിലെ ഒരു ഡ്രീം സീക്വൻസ് ആണ്. അത് വായിച്ചിട്ട് പ്രശാന്ത് ഞെട്ടിയിട്ട് അയ്യോ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയി പ്രശാന്തിനെ കാണുകയും ഈ കഥ പറഞ്ഞപ്പം പ്രശാന്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫിസിക്കലായിട്ട് എഫേർട്ട് ഇടണമായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രശാന്ത് അന്ന് തന്നെ, നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞു അന്ന് തന്നെ പ്രശാന്ത് അത് ചെയ്യാൻ തുടങ്ങി. ഈവൻ സെറ്റിലാണെങ്കിലും ഒരുപാട് കുട്ടനാടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം താറാവ്, കൊഞ്ചൈപ്പർ എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പ്രശാന്ത് ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് എടുത്തിട്ട് എന്നെ ഇങ്ങനെ നോക്കും. പ്രശാന്തിന് കഴിക്കാൻ പറ്റില്ല, കാരണം ആ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ വളരെയധികം ഇൻവോൾവ് ആയിട്ടും വളരെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രശാന്ത് ആ ക്യാരക്ടറിലേക്ക്. അതും ഇപ്പം ഈ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, ഇതൊക്കെ ചെയ്യുമ്പോഴും പ്രശാന്തും ഭയങ്കര എന്താ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ കോമഡി ഒക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കണം, മോർച്ചറിക്കകത്ത് വരെ കയറി കിടന്നു. അപ്പം നമുക്കൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്ക്രീനെ വരത്തില്ല എന്ന് പറഞ്ഞു. ഈ മരിക്കുന്ന സീനിൽ പെട്ടിയിലല്ലേ കിടത്തിയിരിക്കുന്നത് കുറേ സീൻസിൽ. അപ്പോൾ ഞാനാണ് നോക്കിയിരുന്ന് കരയേണ്ടത്. അപ്പോൾ പ്രശാന്ത് വളരെ കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളിങ്ങനെ സിമ്പതിയോടുകൂടി ഇങ്ങനെ നോക്കുമ്പോൾ ചേച്ചി ഒരു മിനിറ്റ് ചൊറന്നോട്ടെ ഇങ്ങനെ. അപ്പോൾ പിന്നെ നമ്മുടെ ഇതിൽ മുടങ്ങ് പോകും. ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നെങ്കിലും തമാശ പറയാൻ നോക്കിയിരിക്കുക. എനിക്ക് എന്നിട്ട് ഓരോ ഷോട്ട് കഴിയുമ്പോഴും സെൻറ്റിമെൻ്റലായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഷോട്ട്സ് കഴിയുമ്പോൾ ലാസ്റ്റ് എണീറ്റിരുന്ന് ഒന്ന് ചിരിച്ച് കൈയടിച്ചിട്ട് വേണം അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് പറയും ക്യാമറയുടെ മുമ്പിൽ മരിക്കുന്ന സീൻ എടുക്കും. പക്ഷേ ഇത് കുറേ ദിവസം ഈ പയ്യനത് എടുക്കാനേ നേരമുള്ളൂ. എപ്പോൾ നോക്കിയാലും പ്രശാന്തിൻ്റെ സീൻ എടുക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു പ്രശാന്ത് മതി കിടക്കത്തില്ല മോർച്ചറിയിലെന്ന്. ഒന്നൊരു ഒബ്ജക്ഷൻ പറയത്തില്ല ആക്ടർ ആകുമ്പോൾ. മോർച്ചറി ഞാൻ കിടക്കണോ സാർ, അത് വേണ്ട. പക്ഷെ അതുപോലും പറഞ്ഞില്ല. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ പയ്യൻ. ഫസ്റ്റ് ഷോട്ട് മുതൽ ലാസ്റ്റ് ഷോട്ട് വരെ ഭയങ്കര ചിരിപ്പിച്ച് എന്റർടൈൻ ചെയ്യിക്കുന്ന അങ്ങനത്തെ ഒരു സിനിമ അടുത്ത് തന്നെ ഉണ്ടാവും. എങ്ങനെയാണ് ഒരു പരിധി വരെ ചിരിക്കാനുള്ള സിനിമയായിരിക്കും ഞാൻ ഓൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൽ ജഗദമ്മ 7th B സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ. ഞാൻ പിന്നെ നമ്മുടെ ഈ പടത്തിൻ്റെ ഇടയ്ക്ക് അത് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് പേഴ്സണലി 2 ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഇഷ്ടമാണ്. പക്ഷേ എന്നെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഷോട്ട് ഞാൻ അറിയാതെ എൻ്റെ ഡയറക്ടർക്ക് വിധേയപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഷോട്ടുകളായതുകൊണ്ട് ഇത് രണ്ടും എന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള സിനിമകൾ കഴിയുന്നതും മാറ്റി നിർത്തുന്നത്. എനിക്ക് പക്ഷേ എന്താ, എനിക്കൊന്നും മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും ഫ്രഷ് ആക്കുന്നത് ഇപ്പം പറഞ്ഞ പോലത്തെ ക്യാരക്ടേഴ്സാണ്. ഇത് ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഫീമെയിൽ കോമഡി എന്ന് പറയുന്നത് എഴുതാൻ ഇപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. പണ്ട് അതിനുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, താല്പര്യമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിനുള്ള ആൾക്കാർ കുറഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കും ഇപ്പോഴത്തെ നടികളൊക്കെ കഴിവുള്ളവരുണ്ട്, അവരെ ഒന്നും വെച്ച് ഞാനൊക്കെ ചെയ്തിട്ടുള്ളതിൽ എന്തുകൊണ്ടാണ് അവർ ട്രൈ ചെയ്യാത്തത് ഞാൻ ആലോചിക്കും. എനിക്കൊരു ഫ്ലൈറ്റ് പിടിക്കാനുണ്ട്, 4 മണിയായി. സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് പ്ലീസ് കണ്ടിന്യൂ കോൺവെർസേഷൻ വിത്ത്. പക്ഷെ എല്ലാവരും വന്നതിൽ സന്തോഷം. ഇതിൻ്റെ ജൂലൈ 2 ജൂൺ 2 മുതൽ നമ്മൾ തുടങ്ങിയത് എൻ്റെ പ്രൊമോഷൻസ്. അന്ന് മുതൽ മീഡിയയിൽ ആരുടെ കൂടെ ഞാനിരുന്ന് സംസാരിച്ചിട്ടുണ്ടാവും. നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് അത് അറിഞ്ഞുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഒരുപാട് സന്തോഷം. എനിക്ക് എൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് താങ്ക് യു പറയണം. കിരൺ ദാസിനോട് താങ്ക്സ് പറയണം, സൗണ്ട് ഡിസൈനറിനോട് താങ്ക്സ് പറയണം, ബാവചേട്ടൻ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെറ്റിൽ ഇതൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും അഭിനയിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത്. ഓഫ് കോഴ്സ് ഷഹനാദും എല്ലാവരും ഉണ്ട്, പക്ഷേ പറയാതെ പോകുന്ന ചിലവരുണ്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ. അപ്പോൾ അവരോട് ഞാൻ ഉള്ളറിഞ്ഞ് താങ്ക്സ് പറയുന്നു. പിന്നെ ഞാൻ അത്രയും നേരം ഞാൻ കരയാതെ പിടിച്ചിരിക്കുകയായിരുന്നു. ചേച്ചിയിലൂടെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് കരയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചേച്ചി ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ.
നമ്മളെ വല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വല്ലാതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. പിന്നെ ഈ കുറച്ച് ഡാർക്കായിപ്പോയി ഔട്ട് സൈഡിൽ, ഉള്ളിൽ നല്ല ലൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഔട്ട് സൈഡിൽ ലൈറ്റ് ഇടും. ഈ ലൈറ്റ് ഇടുമ്പം ചീവീടൊക്കെ കിടന്ന് വിളിക്കുക രാത്രിയാണെന്നും പറഞ്ഞു. അപ്പം ചീവീടിൻ്റെ ശബ്ദം അറിയാമല്ലോ, കോറസ് ആയിട്ട് വിളിക്കും. ഒന്ന് അലർച്ചയുടെ ശബ്ദം, അതിങ്ങനെ തടി ഇറക്കുന്ന പോലത്തെ ശബ്ദമൊക്കെയാണ് കേൾക്കുന്നത് ചിലപ്പോൾ. ഈ മൈക്കിൻ്റെ ഷാർപ്പായിട്ട് കേൾക്കും. അപ്പോൾ കുറേ നേരം നിൽക്കണം. കാരണം വെച്ചാൽ പ്രകൃതിയുടെ സ്വഭാവം മാറ്റുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ രാത്രി ഇടേണ്ട വലിയ വലിയ ലൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് പകൽ സമയത്ത് ഇടുമ്പോൾ അവർക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണ്. അങ്ങനെ ഓരോ സമയത്തും നല്ല സമയം എടുത്തിട്ടാണ് ചെയ്തത്. 42 ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഇവിടം വരെ വെള്ളമാണ്, ആലോചിച്ചോണം. അവർ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുമ്പോഴും ഈ നനവോടുകൂടിയാണ് ഇരിക്കുന്നത്. ഹൗസ് ബോട്ടിനകത്താണ് എനിക്ക് തന്നിരിക്കുന്ന സ്ഥലം ഇരിക്കാൻ. വേറെ കാരണം ഒരു ഭാഗത്ത് മുഴുവൻ കായലല്ലേ. അപ്പോൾ രാത്രി നമ്മൾ റൂമിൽ ചെല്ലുന്നവരെ ഇത്രയും ഭാഗം നനഞ്ഞിരിക്കുക. ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കാല് ഏകദേശം കറുത്തതുപോലെയായി, ഇത്രയും ദിവസം അവിടെ ആ വെള്ളത്തിലായിട്ട്. നമ്മൾ സീനിലോട്ട് കയറുമ്പോൾ ഇത് മറന്നു പോകും, അതാ വാസ്തവം. എന്നിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴാണോ ഇത്രയും നേരം നനഞ്ഞാണല്ലോ ഇരുന്നത്. വീണ്ടും നമ്മളിത് സാരി അഴിച്ചു കൊടുത്ത് അയൺ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ഇടുമ്പോഴത്തേക്കും പിന്നെ നനയാനല്ലേ പോകുന്നത്. അപ്പം ആദ്യത്തെ 2 ദിവസമൊക്കെ വലിയ ശുഷ്കാന്തിയോടുകൂടിയൊക്കെ ചെയ്തു. പിന്നെ 3-ാമത്തെ ദിവസമായപ്പോൾ വീണ്ടും അവിടെ തന്നെ പോന്നായിരുന്നോട്ടെ, തനിയെ ഉണങ്ങിക്കോളും എന്ന് വിചാരിക്കും. ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ കാലൊന്നും നമുക്ക് രാത്രി ഇങ്ങനെ ഒരു ഭാഗത്ത് പോച്ച് പിടിച്ചിട്ടേ, AC റൂമല്ലേ, അപ്പോൾ ഈ തലയിൽ ഇടുന്ന ഹെയർ ഡ്രയർ ഇട്ട് കാല് ചൂടാക്കിയിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് കെട്ടും, എന്നാലേ കിടക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു. പിന്നെ സ്ത്രീകളാണ്, മറ്റ് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ അത് ഇവിടം വരെ വെള്ളമുള്ളപ്പം നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സിനിമയ്ക്ക്. പക്ഷേ ഇന്നിപ്പോൾ ക്രിസ്റ്റോ പറഞ്ഞ പോലെ ഈ 2 ദിവസത്തെ പ്രേക്ഷകരുടെ റിയാക്ഷൻ കാണുമ്പോൾ എല്ലാം മറന്നു വന്നു നമ്മൾ, ആ സമയത്തെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ മീഡിയയിലുള്ളവരും വളരെ സൗഹൃദപൂർവ്വം ഒരു പടത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് കുറേ നാളിന് ശേഷം ആദ്യമാണ്. കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഈ വേറെ ഏരിയകളിൽ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ ഇതിൽ ദേഷ്യം തോന്നും. കാരണം നമുക്ക് ടിക്കറ്റും റൂം സൗകര്യവും തന്നിട്ട് ഇവിടെ വന്ന് 3 ദിവസം നിന്ന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങളില്ല. കാരണം സിനിമയെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ അവിടെയായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. പലതും ഞങ്ങൾക്ക് പടം റിലീസാവുന്നതിന് മുമ്പ് അങ്ങനെ ഫ്രാങ്കായിട്ട് പറയാനും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടതിന് ശേഷമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഓരോ പൾസും അറിഞ്ഞ് ചോദിക്കുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രാവശ്യം ഞാൻ മീഡിയയുടെ ഈ ഒരു പ്രസ് മീറ്റ് ഞാൻ ക്രിസ്റ്റോട് പറയായിരുന്നു, എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം പടം കണ്ടിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ചോദ്യങ്ങൾ, ഇപ്പോൾ വിഷ്ണു ചോദിച്ച ഓരോ ചോദ്യങ്ങളിലും ഒരു കൃത്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ചോദിച്ചു എന്തോ കോഹമഴിപ്പഴം പോലെ, അപ്പം കത്തിയെടുത്ത് കുത്തുന്ന പടമാണെങ്കിൽ കത്തിയുമായിട്ട് വരണോ, എന്ത് പോയി പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ കയറില്ലെന്നുള്ളതേ ഉള്ളൂ. ഒരു ആക്ഷൻ പടമാണ്, അങ്ങനത്തെ സിനിമ കാണുമ്പോൾ നടന്മാരും നൽകുമല്ലോ ആക്ഷൻ കൊണ്ട് പടാന്ന് പറഞ്ഞു വരുമോ? ഇല്ലല്ലോ. ഓരോ വ്യക്തിത്വത്തിനനുസരിച്ചല്ലേ സംസാരിക്കാൻ പറ്റും. എല്ലാവരും വളരെ ഗൗരവത്തോടെ സിനിമയുടെ ആന്തോളനങ്ങളിൽ സ്പർശിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് വല്ല കാര്യമുണ്ടോ? ഇച്ചിരി നേരം ചിരിക്കുക, സന്തോഷിക്കുക, പോവുക, അതാണോ നല്ലത്? അല്ലേ? അത് മാത്രമാണ് നല്ലത്. താങ്ക് യു മാം, താങ്ക് യു ക്രിസ്റ്റോ. ഒരുപാട് നന്ദി സിനിമയെ പറ്റി സംസാരിച്ചതിന്, നല്ല സിനിമ ഉണ്ടാക്കിയതിന് താങ്ക് യു. എല്ലാരും കണ്ടതല്ലേ? എല്ലാരും കണ്ടല്ലോ. ഒരാൾ അല്ലെന്നോ ആണെന്നോ കണ്ടതാണോ? അങ്ങനെയാണോ? കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അടുത്ത പടത്തിന്റെ പേയ്മെന്റ് കിട്ടുമ്പോൾ തീരാത്ത അറിയാമോ? ഭയങ്കര സങ്കടം. ഈ കീറി പറഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടോണ്ട് ഒരു മീഡിയ പേഴ്സന്റെ പെൺകുട്ടി വന്നിരിക്കും.